Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Okay, turn on your videos. All of you turn on your videos. Miss Vishnu, that you went missing. So class is cancelled. ഞാനൊന്നും പറഞ്ഞില്ല ഇവള് ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്ന Okay, No, okay. Miss. For a joke only. മിസ്സിനെ കാണുന്നില്ല എനിക്ക് ക്ലാസ് വല്ലതും ക്യാൻസൽ ചെയ്തോ എന്നാ ഞാൻ ചോദിച്ചത് ഇനി ഇവള് ചുമ്മാ കയറി ഉണ്ടാക്കി പറയുന്നുണ്ടോ Okay. Now you can type your attendance. All of you please type your attendance. അനു മിസ്സേ ഞാൻ പിന്നെ കേൾക്കുന്നുണ്ടോ മിസ്സിനെ? കേൾക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര മഴയുമാണ്, ഭയങ്കര ഇടിവെല്ലാണ്. നല്ലോണം ഇടിവെല്ലാം പൊട്ടിയാൽ ഞാൻ പിന്നെ ഇവിടുന്ന് ലീവ് അടിച്ച് പോവേ. ഓക്കെ. ഇവിടെയുണ്ട് സിഡി. ഓക്കെ. ക്യാമറ കേറി പ്രോബ്ലം ക്യാമറ ഓഫ് ചെയ്യണേ. Okay. So all of you please mark your attendance. ബാക്കി എല്ലാവരും ഓൺ ചെയ്തിട്ടിരുന്ന വീഡിയോ. Okay. Then take your MS textbook, that is page number. Yes, in the last class we have discussed the question answer, isn't it? Yes, miss. ഡെബുവിന്റെ Yes. അന്നല്ലേ നമ്മുടെ ക്ലാസ് കട്ടായി പോയത് കറണ്ട് പോയിട്ട്. So now we can start our new lesson, fourth lesson. Okay. Fourth, a cure for the king. എടുത്തതാ. എടുത്തോ? സർ. Okay, then next one, a farmer dines with a prince. Okay, can you hear me? Okay, let's once more revise that chapter. Okay, എന്നിട്ട് എന്താ നിങ്ങൾ പറയാത്തത്? അത് എടുത്തതാന്ന് നേരത്തെ. അത് എടുത്തതാന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ മിസ്സേ? Cure for the king. ക്യൂർ ഫോർ ദി കിങ് ഡെബു എടുക്കാതെ ക്യൂർ ഫോർ ദി കിങ് ആയിരുന്നു എടുത്തത്. അതെയോ? എന്നാ പിന്നെ ഞാൻ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതും കൂടി എക്സാമിന് ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അടുത്ത എക്സാമിലാക്കാം. ഓക്കെ, മിസ് എടുത്തതായാലും എന്തായാലും ഇന്ന് അത് തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എ ക്യൂർ ഫോർ ദി കിങ്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാവുന്ന ആയതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ ആൻസർ ഒക്കെ പറയും. ഞാൻ നോ MS പേജ് നമ്പർ 15. ഓക്കെ, യെസ്. So okay, who is ready to read that lesson? എടുത്ത ലെസൺ അല്ലേ? Okay, what's the meaning of a sage? Once a king went to a sage, answered. Sage means? വില്ലേജ് ആണോ മിസ്സേ? ഗ്രാമം, വില്ലേജ്, സിറ്റി ആണ്. Sage. സന്യാസി. Yes. Wise person. Okay, profoundly wise person. That means പേജ് നമ്പർ ഒന്ന് പറയോ? Page number 15. സ്വാമി. Page number 15. Okay, Alan, turn on your video. Then Aromal. Okay. So once a king went to a sage, answered, I am sick in the body and in the mind.
I want to free myself of all my worries and anxiety. How can I be really happy and concerned? Okay. So what did the king ask to this sage? എന്റെ മനസ്സും എന്റെ ശരീരവും വളരെ എന്റെ മനസ്സും ശരീരവും ഹാപ്പിയാണ്. Okay. ഹാപ്പി അല്ല. Happy ആവണോ? I am sick in the body and in the mind. That means വയ്യാതായി. അസുഖം പിടിച്ച്. അസുഖം വയ്യാതായി. വയ്യാതായി എന്നൊന്നും പറയാൻ പറ്റില്ല. സിക്ക് ഇൻ ദ ബോഡി ആൻഡ് മൈൻഡ് മീൻസ് എന്താണ്, മനസ്സുകൊണ്ട് ഒരു സുഖമില്ലാന്ന്, ഒരു അസുഖമാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. King is not okay. Okay. So I want to free myself of all my worries and anxiety. Anxiety means anxiety. Anxiety. വെപ്രാളം, ആകാംക്ഷ. ആകാംക്ഷ എന്ന് പറയാം. പിന്നെ ഇവിടെ എന്തായിരിക്കും വരിക? ഒരു സ്ട്രെസ്. എന്താണ് രാജാവ്, എന്താണ് രാജാവിന്റെ ആൻസൈറ്റിയും വറീസ് എന്നൊക്കെ പറയുന്നത് ഇവിടെ സ്ട്രെസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Here this king want to reduce his this stress and worries. Okay. So this king asked this sage, how can I reduce my anxiety and worries? How can I be really happy and content? Content means content. Contents എടുത്തതല്ലേ, അപ്പൊ നിങ്ങൾക്ക് വേഗം കിട്ടൂലോ. Content. Content. ഉള്ളടക്കം. Not that content. ഇവിടെ ആ കണ്ടന്റ് അല്ല. നേതൃത്വം. No. In a state of peaceful happiness. Okay. Here content means in a state of peaceful happiness. എന്താണ്, this king wants a state of peaceful happiness. Okay, that was the need of that king. According to this king, the king was sick. മിസ്സേ, Ah, ഞാൻ ലീവ് അടിക്കുന്ന, ഭയങ്കര ഇടിയും മഴയല്ലേ. okay, okay. ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമില്ലല്ലോ. മിസ് ഇവിടെ ഉണ്ട്. ഇപ്പം പ്രശ്നമല്ല, ഇനിയിപ്പം മഴ പെയ്യാനുള്ള ഇതാ. മഴ പെയ്യും. വല്ലാത്ത ഇടിയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്താൽ മതി. അതുവരെ ശ്രദ്ധിക്കാം. കുഴപ്പമില്ല. മിസ് ഇനി ഇടി വരുമ്പോ സ്റ്റോപ്പ് ചെയ്താ പോരെ? ഇടി ഇപ്പൊ വരൂല, മഴ വരുന്നല്ലേ ഉള്ളൂ. Okay, then what was the solution by the sage? എന്തായിരുന്നു അപ്പൊ സേജ് കൊടുത്ത സൊല്യൂഷൻ? ഒരു സന്തോഷവാനായ ഒരാളുടെ വസ്ത്രം ധരിച്ച ഒരു രാത്രി പറഞ്ഞതാ. ഇതായിരുന്നു ചെയ്യുന്നത്. Yes, the sage replied, there is but one cure. Your Majesty must sleep at night in the shirt of a happy man. Majesty എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? Your Majesty. രാജാവായതുകൊണ്ട്. Yes, respect towards king. Yes. Alan, അറിയോ ഈ സ്റ്റോറി? നോ ടീച്ചർ. No. അപ്പൊ അലൻ പഠിച്ചിട്ടില്ല, ബാക്കി എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ജസ്റ്റിസും പഠിച്ചില്ലേ? ഇല്ല, പഠിച്ചായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ശരിക്കും പഠിച്ചിട്ടില്ലേ? സത്യം തന്നെയാണോ പഠിച്ചതെന്ന് പറയുന്നത്? പഠിച്ചിട്ടുണ്ട് മിസ്സേ. അല്ല മിസ്, ഇത് നമ്മ പഠിച്ചതാണ്, എനിക്ക് ഓർമ്മയുണ്ട്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഒരു ഞാൻ ഓക്കെ, ജസ്റ്റിസ് ആണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞത്, ഇത് എടുത്തിട്ടില്ല അല്ലേ? എനിക്ക് അങ്ങനെ എനിക്ക് സംഭവം എനിക്കറിയില്ല. Then
അപ്പൊ എന്താണ് രാജാവ് പറഞ്ഞത്? ഒരു ഹാപ്പി, അതായത് ഹാപ്പി ആയിട്ടുള്ള ഒരാളുടെ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നു. സോ ഇറ്റ്സ് എ ഡ്യൂട്ടി ടു ഫൈൻഡ്. ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാരും പോവോ? തട്ടിപ്പ് പറഞ്ഞിട്ട് ആരും പോവാൻ നിൽക്കരുത്. ആരും സത്യമായിട്ട് ഇവിടെ നല്ല ഇടി. ഓക്കെ, എന്നാ ഒരു ഇടിന്റെ അല്ല തട്ടിപ്പ് പറഞ്ഞു പോയാലും നിങ്ങൾക്ക് തന്നെ പ്രശ്നമുള്ളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇടിയാണെങ്കിൽ പോയിക്കോ, ഇടിയാണെങ്കിൽ പോയിക്കോ. എവിടെയും ഇടിയും മഴയും തുടങ്ങിയതേ ഉള്ളു ചെറുതായിട്ട്. എന്റെ വീട്ടിൽ വലിയ കുഴപ്പമില്ല. ഇവിടെയും ഇടിയും മഴയും തുടങ്ങുന്നു. ഇവിടെയും തുടങ്ങി പരിപാടികൾ. ഓക്കെ ഇവിടെ മഴ തുടങ്ങി. ഓക്കെ, ഇത് നമ്മുടെ MS-ന്റെ ക്ലാസ് ആയി. ഇപ്പം വർത്താനം പറഞ്ഞു പോവുകയാണ്. ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഒന്നും നടക്കൂല കേട്ടോ. ഇതൊരു ചെറിയ സ്റ്റോറി ആയതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ നിങ്ങൾക്ക് എടുത്തതാന്ന് പറയുകയും ചെയ്തു ഓൾറെഡി. സോ എന്താണ് കിങ് പറഞ്ഞു? കിങ് അല്ല, നോട്ട് ദ കിങ്. ദിസ് സേജ് റിപ്ലൈഡ് ദാറ്റ് there is one cure for this. You should wear the dress of a happy man. ഒരു ഹാപ്പി മാൻ്റെ ഡ്രസ്സ് ഇട്ടാൽ മതി, എല്ലാ പ്രശ്നങ്ങളും തീരുന്നു പറഞ്ഞു. The king thought it was a simple cure. Messengers were sent to every corner of the kingdom. They were asked to look for a man who was truly happy. Okay, so the king thus thought that it is very simple ആയിട്ടുള്ള കാര്യമല്ലേ, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരാളുടെ ഡ്രസ്സ് പോയിട്ട് വാങ്ങി ധരിച്ചാൽ മതി. അക്കോർഡിംഗ് ടു ദിസ് കിങ് ദിസ് ഈസ് വെരി ഈസി. കിങ് എന്താണ് വിചാരിക്കുന്നത്? ഇത് വളരെ എളുപ്പമായിരിക്കും. അത് നമുക്ക് കേട്ടാലും എന്താണ് തോന്നുക? ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരാളുടെ ഡ്രസ്സ് ധരിച്ചാൽ നമ്മുടെ പ്രശ്നമെല്ലാം തീരുന്നു പറയുമ്പോൾ നമുക്ക് തോന്നൂലേ എന്താണ് ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടും തോന്നൂലേ? ആരെങ്കിലും ഉണ്ടാവും ഹാപ്പി ആയിട്ട്. നമുക്ക് മറ്റുള്ളവരെ നോക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം ഹാപ്പി ആയിട്ടല്ലേ ഫീൽ ചെയ്യുക? നമുക്ക് മാത്രം എന്തെല്ലോ കുഴപ്പങ്ങളുണ്ട്, എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും. മറ്റുള്ളവരുടെ കാര്യം നോക്കുമ്പോഴോ അവര് ഫുൾ ഹാപ്പി ആണെന്നായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് തോന്നുന്നത്. അവരുടെ കാര്യമൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെ ഫീൽ ചെയ്യും. അപ്പൊ ദിസ് കിങ് ഓൾസോ തിങ്സ് ലൈക്ക് സോ. ഓക്കെ, so this messengers means soldiers or messengers of this king were sent to every corner of the kingdom or country. ആ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇവരെല്ലാവരും പോയി, രാജാവിന്റെ ഭടന്മാരൊക്കെ പോയി. For what? They were asked to look for a man who was truly happy. Yes, they were in search of a man who is truly happy. ശരിക്കും ഹാപ്പി ആയിട്ടുള്ള ഒരാളെ തപ്പി പിടിച്ച് പോവാണ് ഇവർ. ഇതിന്റെ ആൻസേഴ്സ് തന്നിട്ടുണ്ടായിരുന്നോ? ക്വസ്റ്റ്യൻ ആൻസർ അതില്ല മിസ്. ഇല്ല. ഓക്കെ. The messengers met thousands of people from different parts of the kingdom, different trades, different walks of life, but everyone had some cause for being unhappy. Nobody seemed to be truly and completely happy. Okay, so these messengers met thousands of people. They are in search of a happy man. So they met thousands of people, but they can't find a person who is truly happy. Okay. Every person they met have some sadness. എന്താണ്? ആരെ കണ്ടാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവും. കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ടുള്ള ഒരാളെ പോലും കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. Then at last they found a poor beggar who sat whistling by the roadside. Okay, at last these soldiers, these messengers found a poor beggar. Okay, beggar means എന്താണ്? ആരാണ്? ഭിക്ഷക്കാരൻ. Yes, ഭിക്ഷക്കാരൻ. They saw a poor beggar whistling. This beggar is whistling sat and whistling near a roadside. Okay. They asked him, "Are you really happy? Do you have no sorrow?" Okay. So at that time, these messengers asked to that beggar, "Are you really happy? Do you have no sorrow?" Okay. ആ സമയത്ത് എന്താണ്? ബെഗറിനോട് ഇവർ ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും ഹാപ്പി ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
Yes, I am truly a happy man, the beggar replied. I have no worries, no anxiety, and no pain. So, at last they found a person who have no worries or no anxieties or any tension. Okay, അവസാനം അവര് ഒരു ടെൻഷനും ആൻസൈറ്റിയും അതുപോലെ ഒന്നുമില്ലാത്ത ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ചു. That was the beggar. The messenger said, "We have been looking for you. The king needs you. He must sleep at night in the shirt of a happy man. Okay. He will give you anything you desire if you give him your shirt for a night. Are you willing to part with your shirt so that the king could wear it?" Okay. Here this messengers asked that beggar, what did they ask? അയാളുടെ ഷർട്ട് അയാളെ ശക്തി വരുമോന്ന് രാജാവിനിടെ. Yes, this messengers asked to that beggar whether he is ready to give that shirt, okay, to king. And the beggar laughed. I am sorry, I cannot fulfill the king's desire. I don't have a shirt on my back. He laughed some more and went away whistling. Okay. At that time, this beggar laughed. What was the meaning of his laugh? എന്തായിരുന്നു ആ ചിരി കൊണ്ട് ഉദ്ദേശിച്ചത്? Because ശരി. അയാളെ ഷർട്ടില്ല. yes, ചട്ടില്ലാത്തത് കൊണ്ട് രാജാവിന്റെ ആഗ്രഹം നിറവേറില്ല. yes, because this beggar didn't have a shirt. He laughed some more and went away whistling. Okay, so this person, this beggar laughed some more and moved away by whistling. So this story gives us what lesson? എന്താണ് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന ലെസൺ, തരുന്ന ലെസൺ എന്താണ്? മോറൽ ലെസൺ. ഒന്നും എളുപ്പമല്ല. Nothing is രാജാവായിട്ട് പണം ഉള്ളവന് വിഷമങ്ങളും ദരിദ്രങ്ങളും ഉണ്ടാവും. പണം ഇല്ലാത്തവന് ഒരു വിഷമങ്ങളും. എന്ത്? പണം ഉള്ളവന് മാത്രമേ സങ്കടം ഉണ്ടാവുകയുള്ളൂ. പണം ഇല്ലാത്തവന് എല്ലാം സുഖമായിരിക്കും. അങ്ങനെ പറയാൻ പറ്റില്ല. പണമില്ലെങ്കിലും അയാൾ ഹാപ്പിയാണ്. എത്ര ഉണ്ടായിട്ടും ചില ആൾക്കാര് ഹാപ്പി ആവൂല. അതാണ് രാജാവ്. ഓക്കെ. നമ്മുടെ കിങ് കൂടി യെസ്, കിങ് ഹാസ് many things but he is not satisfied with that. Okay, ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ എന്താണ് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ in the case of this beggar is satisfied with his little things. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് എന്താണ് ലൈഫ് സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണുന്ന ആളാണ്. ലൈഫിൽ ഒരു തൃപ്തിയുള്ള ആളാണ് അത്. യെസ്, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ തന്നെ. വെരി ഗുഡ്. ഓ, ഇവിടെയും വല്ലാത്ത ആയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഭയങ്കര സീന തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. സോ ടൈം എത്രയായി? സോ ഇതിന്റെ ആൻസറും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഇത് കുഴപ്പമാകുമോ? എന്ത് കുഴപ്പം? അതുകൊണ്ട് വീഡിയോസ് ആക്കിയേ. എന്താണ്? ഓക്കെ, നമുക്ക് ഇത് ക്വസ്റ്റ്യനും കൂടി വേഗം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, വാട്ട് ഡിഡ് ദ കിങ് ടെൽ ദ സേജ്? What? I am sick in the body and in the mind. Okay, he is sick in the body and mind, and then he had some more thing also. I want to read that I one. want to free myself of all my worries and anxiety. Yes, how can I be really happy and content? This was told by the king to the sage. Then second one, what was the advice of the sage?
There There was was one one girl. girl, Your Majesty must sleep at night in the shadow of a happy moon. Yes. The advice given by the sage is that there is but one cure, Your Majesty. You must sleep at night in the shirt of a happy man. Okay. The next one. Why do you think the beggar was a happy man? Why do you think the beggar was a happy man? He had no sorrow and no Yes. pain. Yes, he has no worries. Okay. So he is satisfied with the what he has. എന്താണ് ഉള്ളത് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന ആളാണ് ആര് this beggar. And next one, did this story make you laugh or think or both? Why? Nothing. Did this story make you laugh or think or both? ഏതാണ് നിങ്ങളെ ചിരിപ്പിക്കുകയാണോ ചെയ്തത് അതോ ചിന്തിപ്പിക്കുകയാണോ ചെയ്തത് അല്ലെങ്കിൽ രണ്ടും ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. Both or Thinking inside. എനിക്ക് ഒന്നും തോന്നിയില്ല. എനിക്കും അതെ മിസ്സേ. എന്തൊന്നും തോന്നിയില്ലേ? ഒരാശയം ഒരു നോർമൽ സ്റ്റോറി പോലെ തന്നെയാണ് തോന്നിയത്. അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് എന്താണ് ബോത്ത് എന്ന് പറഞ്ഞൂടെ? We can say that the story thinks as well as laughs. കാരണം എന്താണ്? തട്ടില്ലാത്തവനോട് ഒന്ന് ശക്തി ചോദിച്ചു. അതെന്താണ് അതിന് കോമഡി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. So we can say that it made us laugh. So then think ആണെങ്കിലോ? What about the case of thinking? ഇക്കതിന് മോറൽ ആലോചിച്ചില്ല. എങ്ങനെ? ഈ കഥന് മോറൽ ആലോചിച്ചില്ലേ നമ്മള്? മോറൽ ആലോചിച്ചില്ലേ? മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. ഈ കഥയിൽ എന്ത് മോറല് കിട്ടും എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചില്ലേ? ഇത് ഈ വായിച്ചോണ്ടേ കഥയിൽ മോറൽ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ടല്ലോ. എന്താണ് ഈ കഥയുടെ മോറല്? നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം, അത് തന്നെയല്ലേ മോറല്. ഓക്കെ, അപ്പൊ satisfied with our own. ജുവാന, ഇപ്പൊ നമ്മളൊരു കഥന്റെ മോറൽ എന്ന് പറയുമ്പോ ആ ഒരു മോറല് ഏതൊരു അതിലെ എല്ലാ ക്യാരക്ടേഴ്സ് ആയിട്ട് ഒരു ബന്ധം വേണമല്ലോ. അപ്പൊ ഈ കഥയിൽ ഈ കഥയിൽ ഈ രാജാവ് മോറലുമായിട്ട് എന്നാ ബന്ധം? രാജാവ് മോറലായിട്ട് എന്താന്ന് വെച്ചാല് രാജാവിന് എന്താണ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്നിട്ട് രാജാവ് എന്താണ് പറയുന്നത്? മനസ്സമാധാനമില്ല, സന്തോഷമില്ല, ഒന്നുമില്ല എന്നല്ലേ പറയുന്നത്. മനസ്സിന് തൃപ്തിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് ഈ ബെഗറിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിട്ടാണോ ബെഗർ ഹാപ്പിയാന്ന് പറയുന്നത്? അത് തന്നെയല്ലേ അതിന്റെ മോറല്. കമ്പയർ ദിസ് ബെഗർ ആൻഡ് ദിസ് കിങ്. ഓക്കെ, രണ്ടുപേരുടെ ലൈഫ് സിറ്റുവേഷൻ വ്യത്യാസമാണ്, പക്ഷെ അവർ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്. ബെഗർ ഈസ് ഹാപ്പി വിത്ത് ഹിസ് ലൈഫ് ആൻഡ് ദിസ് കിങ് ഈസ് നോട്ട് ഹാപ്പി വിത്ത് ഹിസ് ലൈഫ് ഈവൻ ദോ he have many things to enjoy. Okay, that's the difference. So we can say that we should satisfy with our little happiness. നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തണം, അതാണ് ഇതിന്റെ മോറൽ. Okay, then understanding the message. I saw a little child today who smiled at me. This made me happy. Write 3 things or incidents that made you happy today. Okay, so we can discuss that. നിങ്ങളെ ഇന്നത്തെ ഒരു ദിവസം ഹാപ്പി ആക്കിയിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. തിങ്ക്. Okay, find out 3 things that made you happy today. ഇന്ന് ഹാപ്പി ആക്കിയത്. Okay, Shani, can you say? ഒന്നെങ്കിലും പറഞ്ഞാൽ മതി ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ഇവിടെ പറയുന്നത് I saw a little child today
ഹു സ്മൈൽഡ് അറ്റ് മീ, ഒരു ചെറിയ കുട്ടിയെ കണ്ടു, ആ കുട്ടി ചിരിച്ചു കാണിച്ചു, അപ്പൊ എന്താണ് അതെനിക്ക് ഹാപ്പി ആയി. ദാറ്റ് മെയ്ഡ് മീ ഹാപ്പി. സോ യു ഷുഡ് സേ അബൌട്ട് ഇൻസിഡൻസ് ഫ്രം യുവർ ലൈഫ്. ഇന്നത്തെ ദിവസം സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെ ഹാപ്പി ആക്കിയിട്ടുള്ള ഒരു കാര്യം പറയാം. സാനിഫ്, ക്യാൻ യു സേ? സാനിഫ് പോയോ? ഓക്കെ. എന്തെങ്കിലും ഇല്ലേ? എന്തെങ്കിലും ഉണ്ടാവല്ലോ ചെറിയ കാര്യം. ഇന്ന് ഹാപ്പിയേ അല്ലായിരുന്നോ അപ്പൊ സാനിഫ്? പ്രാവുംകൂട്ടിലെ കുഞ്ഞായി. എന്ത്? എന്റെ പ്രാവുംകൂട്ടിലെ കുഞ്ഞായപ്പോ ഞാൻ സന്തോഷിച്ചായിരുന്നല്ലോ. ഇന്നാണോ പ്രാവിന് കുഞ്ഞായത്? ആ Okay, that's nice. Okay, then any other? Joanna, please share your experience. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ആയിരുന്നില്ല, പക്ഷെ ഇന്ന് പാത്രം കഴുകാൻ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അതാണോ ഹാപ്പി ആക്കിയത്? അല്ലേ ഒരു ലോഡ് പാത്രം ഉണ്ടാവും, ഇന്ന് ഓ, കുറവുണ്ടായിരുന്നു. കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നു. Okay, okay. That's also nice. Okay, then Payal. Payal എന്താണ് ഹാപ്പി ആയിട്ട് തോന്നുന്നത്? ചെറിയ ഹാപ്പിനെസ് കിട്ടിയത്? ഇന്ന് മഴയാണ് മിസ്. ഓക്കെ, മഴ ആയതുകൊണ്ട് പയലിന് ഹാപ്പിനെസ് ആണ് അല്ലേ? ഓക്കെ. എല്ലാ ദിവസവും ചൂടായിരുന്നു, ഇന്നാ മഴ വന്നേ. ഓ, നൈസ്. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. സോ ദെൻ ജസ്റ്റിസിന് എന്തോ പറയാനുണ്ട്. എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് സന്തോഷം ഒന്നുമില്ല, എന്നാലും നല്ല ഫുഡ്, നല്ല പോത്ത് കറി കൂട്ടി ഭക്ഷണം. ഓക്കെ, ബീഫ്. ഓക്കെ. ദെൻ ഹരിമൽ. പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നുമില്ലേ? ഇന്നൊന്നും ഉണ്ടായില്ല. ഒരു സ്വീറ്റ്സ് എങ്കിലും ആരെങ്കിലും തന്നാൽ അതൊരു ഹാപ്പിനെസ് ആയിരിക്കൂലേ? ഇന്നൊന്നും കിട്ടിയിട്ടില്ലേ? ആ, എന്റെ സിസ്റ്റർ കൊണ്ട് ഞാൻ പഠിച്ചപ്പോ. ആ, അതൊരു ഹാപ്പിനെസ് അല്ലേ? ഓക്കെ, ദെൻ അർജുൻ. ഇന്ന് അർജുൻ ഉണ്ടായ ഒരു സന്തോഷമുള്ള കാര്യം പറഞ്ഞേ. ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒരു സന്തോഷമില്ലായിരുന്നു, സാഡായിരുന്നു ദിവസം. ഓക്കെ, ഒന്നുമില്ല. ദെൻ അലൻ. അലൻ സ്റ്റക്ക് ആയിട്ടുള്ളത്. ഓക്കെ. Okay, these are small little things that made us happy. Okay. നമ്മളെ നോക്കിയിട്ട് ഒരാൾ ചിരിച്ചാൽ തന്നെ എന്താണ് നമുക്ക് ഹാപ്പിനെസ് ആയിരിക്കൂലേ? ഒരാൾ നമ്മളെ നോക്കി ചീത്ത വിളിച്ചിട്ട് പോയാൽ നമുക്ക് സന്തോഷമായിരിക്കും. അന്നത്തെ ദിവസം പോയില്ലേ? നമ്മൾ പിന്നെയും പിന്നെ തിങ്ക് ചെയ്യൂലേ? We will think it again and again. Yes. ഒന്നുകൂടി പറഞ്ഞേ. അല്ല, നമ്മളെ ഒരാള് ചീത്ത വിളിച്ചിട്ട് പോയാൽ നമ്മൾ ഹാപ്പി ആയിരിക്കുമെന്ന്. No. So what about Alan? What is it? Say one thing that made you happy today. ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, ഒരു കാര്യം ഉണ്ടായില്ല. ഓൺലി ഇങ്ങനെ ഒരു വഴി കൂടെ പോകുന്ന പോലെ ഉണ്ടായിരുന്നു, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. വഴി കൂടെ പോകുന്നല്ലോ. Okay. Then the story conveys the message that material wealth cannot make a person happy. Think and discuss a few things which you can do to make the world a happy and better place to live in. Okay. അപ്പൊ ഇത് ഈ സ്റ്റോറിയിൽ തരുന്ന മെസ്സേജ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. The story conveys the message that material wealth cannot make a person happy. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മള് ഓരോരോ വസ്തുക്കളിലെ തിങ്സ് എന്താണ്, പൈസയായിട്ടും അതേപോലെ ഓരോരോ ആഡംബര വസ്തുക്കൾ, അതൊക്കെ എന്താണ് നമ്മളെ ഹാപ്പി ആക്കില്ല. പക്ഷെ നമ്മുടെ ലൈഫിനെ ഹാപ്പി ആക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്തെല്ലാം നമുക്ക് പറയാം? നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് തന്നെ ഒരു ഹാപ്പി ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാം? എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഫാമിലിന്റെ കൂടെ കുറെ നേരം ഇരുന്ന് എൻജോയ് ചെയ്യാം. Yes, spend our time with the family. Okay. In this present condition, many
ഫാമിലീസ് എന്താണ് കുട്ടികളൊക്കെ എന്താണ് ഫോണിന്റെ മുന്നിലായിരിക്കും. അല്ലാത്ത സമയത്ത് ക്ലാസ് ഉണ്ടാവും, ബാക്കി സമയത്ത് എന്താവും they were engaged in games or any movies or like that, isn't it? So we can spend our time with the family. അപ്പൊ എന്താണ് we can develop happiness. നമുക്ക് അങ്ങനെ happiness ഉണ്ടാക്കാം. പിന്നെ എന്താണ് we can spend our time with our friends, isn't it? ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് വരുന്നില്ലേ? പൈസ കൊടുത്ത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി നമ്മൾ വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്ത് പറയാൻ പറ്റും നമുക്ക്? കളിക്കണം. ഓക്കെ, കളിക്കുമ്പോ യെസ് എന്റർടൈൻമെന്റ് ഒക്കെ ആയി. യെസ്, ഹെൽത്ത് ആൻഡ് എന്റർടൈൻമെന്റ് വന്നു. സോ പിന്നെ എന്താണ് we can help others. Okay, Delvin says that spending time with animals, birds and fishes, it makes us cool. Okay, Delvin ഭയങ്കര പ്രാവ് ആനിമൽസിനോടൊക്കെ ഭയങ്കര താല്പര്യം അല്ലേ? So much interested. Yes. Okay, that's also happy. നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ എന്താണ് we can help others, isn't it? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തൂടെ? ഓക്കെ, എന്താണ് പൈസ കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെയാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. Then make a list of things which children of your age most desire. ഓക്കെ, നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിട്ടാണ് ചോദിക്കുന്നത്. വാട്ട് ആർ യുവർ ഡിസയേഴ്സ്? നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? Make a list of your desires. That is the question. ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? എന്തെങ്കിലും സാധനം വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടോ? പക്ഷെ എന്റെ നിലവിലെ ആഗ്രഹം എന്ന് വെച്ചാല് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം. Okay, score good marks in exam. Okay, very good. Then what about others? പെട്ടെന്ന് തന്നെ ഈ കൊറോണയൊന്ന് മാറി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു. Okay, very good. Very good. Nice thought. Then what about others? You can express your opinion. നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടേത്. ഞാൻ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കിട്ടുന്ന ഉത്തരം പറഞ്ഞു. നമ്മുടെ എയിമിലേക്ക് കറക്റ്റ് എത്തണം. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതിലിപ്പം നന്നായി ഫോക്കസ് ചെയ്ത് Okay, we should achieve our aims. Okay, that's good. Then ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ ഉള്ളത് എന്തൊക്കെയാണ്? ഹരിനന്ദിന് എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്? എനിക്ക് സ്കൂൾ തുറക്കാനാണ് ആഗ്രഹം. എന്താവണമെന്ന്? തുറക്കൂലും അടുത്ത മാസം. സ്കൂൾ തുറക്കാനായിരുന്നു ആഗ്രഹം. അപ്പൊ സ്കൂൾ തുറക്കാനായിട്ട് സ്കൂള് തുറക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, അതോടനെ തന്നെ ആഗ്രഹം സാധിക്കും. Then അർജുൻ, വാട്ട്സ് യുവർ ഡിസയർ? എന്താണ് അർജുന്റെ ആഗ്രഹം? അർജുൻ ഒരു ആഗ്രഹവും ഇല്ലേ? അർജുൻ ഒരു ഹാപ്പിനെസ്സും ഇല്ല, ഒരു ആഗ്രഹവും ഇല്ല, അങ്ങനെയാണ്. ചില ആൾക്കാർക്കുണ്ടാവും മാറണം. ഈ കൊറോണ മാറണം. ഓക്കെ, കൊറോണ മാറണം. സൈക്കിള് വാങ്ങണമെന്നൊന്നും ആർക്കും ആഗ്രഹമില്ല. എല്ലാവർക്കും സൈക്കിളൊക്കെ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. അല്ല, ചില കുട്ടികൾക്കൊക്കെ സൈക്കിള് വാങ്ങണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ചില കുട്ടികളുണ്ട്. ആഗ്രഹങ്ങളും പറയാൻ പാടില്ല കേട്ടോ. എങ്ങനെ? എനിക്കുണ്ട് ടീച്ചറെ സൈക്കിളൊക്കെ മേടിക്കണമെന്ന്, പക്ഷെ സാഹചര്യം വേറെയാ. ഞാൻ അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഡിസൈർസ് ആണ്. This type of things are your desires. Okay. Then not if has getting, but if the more is poor. Give examples to who. Not he who has getting, but he who is more is poor. എന്താണ്? കുറച്ചുള്ളവരല്ല, പക്ഷെ എന്താണ് ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് ശരിക്കും യഥാർത്ഥത്തിൽ പൂവർ എന്നാണ് പറയുന്നത്. കുറവുള്ളവരല്ല, പിന്നെ
ആഗ്രഹിക്കുന്നവരാണ് ശരിക്കും ലൈഫിൽ പോവാന്നാണ് പറയുന്നത്. ഗീവ് എക്സാമ്പിൾസ് ടു പ്രൂവ് ദിസ്. ഓക്കെ, ഇതൊന്നും ശരിക്കും ഇതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുക അത്രേ ഉള്ളൂ. ഓക്കെ, മോറൽ സയൻസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഗീവ് എ മോറൽ ലെസൺ. ഓക്കെ, ടു ഗെറ്റ് എ മോറൽ ലെസൺ ഫ്രം ദ സ്റ്റോറി. മിസ്സേ നമ്മുടെ MS എക്സാമിന് എന്നാ വരുന്നത്? MS എക്സാമിന് നിങ്ങൾ പഠിച്ചിപ്പോ എന്താണ് 3 ചാപ്റ്റേഴ്സ് അല്ലേ ആകെയുള്ളൂ? 3 അല്ല 2 അല്ലേ ഉള്ളൂ? 2. ഡെബുവിൻ്റെതും കൂടി ഉണ്ട് 3 ചാപ്റ്റേഴ്സ്. അപ്പൊ ചിലപ്പോ 2 or parts വരും, ചിലപ്പോ ഈ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ഇല്ലേ അതൊക്കെ എന്താണ് ആ സ്റ്റോറി ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയല്ലേ. സ്റ്റോറി അറിഞ്ഞാൽ പിന്നെ അതിന്റെ ആൻസർ എഴുതാൻ പറ്റും. അത്ര ഉണ്ടാവും. 25 മാർക്കിന്റെ 25. ഓക്കെ, അപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. നമുക്കിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം, കൂടുതലൊന്നുമില്ല. നെക്സ്റ്റ് വീക്കിൽ പുതിയ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ബൈ, താങ്ക് യു. Thank you, teacher.